Dear students, welcome to Learner's World. In this video, I'm going to talk about Journey, directed by Kane Nathaniel Tan, FIUGP MDC BA English, introducing travel narratives, Journey Beyond Borders, second semester, Calicut University. Summary of Journey. It's a 3D animated short film directed by Kane Nathaniel Tan, created by students from the One Academy in Malaysia. ഇതൊരു 3D ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ജേണി എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ കെയ്ൻ നഥാനിയ ടാൻ ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മലേഷ്യ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ്. ദ സ്റ്റോറി സെൻറ്റേഴ്സ് ഓൺ എൽഡർലി മാൻ ഹു ഓൾവേസ് ഡ്രീംഡ് ഓഫ് വിസിറ്റിംഗ് ദ മൂൺ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് എപ്പോഴും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, വിസിറ്റിംഗ് ദ മൂൺ സന്ദർശിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. വൺ ഡേ ഹി ഫൈനലി ഗെറ്റ്സ് ദ ചാൻസ് ടു ടേക്ക് എ ട്രെയിൻ ടു ദ മൂൺ. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുകയാണ് ട്രെയിനിൽ മൂണിലേക്ക് ഒരു യാത്ര. During the journey, his imagination transport him to a magical, dreamlike version of the moon. അങ്ങനെ ആ ഒരു യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ, അദ്ദേഹം മൂണിലേക്കുള്ള ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അദ്ദേഹം എങ്ങനെയായിരിക്കുക എന്നുള്ളത് സങ്കല്പിക്കുകയാണ്. ഒരു മാജിക്കൽ, ഒരു ഡ്രീം ലൈക്ക് വേർഷനായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. Upon arrival, he finds that the real moon doesn't match his expectations, leading to feelings of sadness and disappointment. അദ്ദേഹം ആ ഒരു മൂണിൽ ട്രെയിൻ ഇറങ്ങുകയും ആ സമയത്ത് അദ്ദേഹം റിയലൈസ് ചെയ്യുകയാണ്, എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു മൂണിലേക്കുള്ള യാത്രയല്ല ഇത്. അദ്ദേഹത്തിന് സാഡായി, അദ്ദേഹത്തിന് വളരെയധികം വശമായി, ഡിസപ്പോയിൻമെൻറ്റ്, അദ്ദേഹം നിരാശനായി. അദ്ദേഹം ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ഭാവന ആയിരുന്നു അദ്ദേഹത്തിന് മൂണിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂണ് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു റിയാലിറ്റിയിലെ മൂണ്. In the end, he gains a sense of closure by witnessing the breathtaking view of Earth from the moon, realizing that the journey itself held its own beauty. അവസാനം അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഈ ഒരു മൂണിൽ നിന്ന് എർത്തിലേക്കുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഈ മൂണ് കാണുക, മൂണിൽ എത്തിപ്പെടുക എന്നുള്ളതിനെ, ആ ഒരു റിയാലിറ്റിനേക്കാളും അവിടേക്കുള്ള ഒരു ജേർണി ആണ് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലാക്കുകയാണ്. We are too fixated on our goals that we neglect what we go through along the way, unable to see and be grateful for the process. നമ്മളെല്ലാവരും ഗോളിന് പിറകെയാണ്, അതായത് നമ്മളൊക്കെ ലക്ഷ്യത്തിൽ പിറകെയാണ് പോകുന്നത്, നമ്മുടെ എയിം ഗെയിൻ ചെയ്യാനാണ്, അതിന് പിറകെയാണ് ഓടുന്നത്. അങ്ങനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ആ ഗോൾ മാത്രമാണ്, പക്ഷെ അതിലേക്കുള്ള വഴികൾ ആരും ശ്രദ്ധിക്കുന്നില്ല. വഴികൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, അതാരും എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. മൂണിലേക്കുള്ള ആ ഒരു ജേർണി, ആ ഒരു യാത്രയായിരുന്നു വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, മനോഹരമായിട്ടുള്ളത്. മൂണിലെത്തിയ ഒരു മൊമെൻറ്റ്, അദ്ദേഹം ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒരുപാട് ദൂരെയായിരുന്നു.